നിരാഹാരം ചവിട്ടി എല്ലൊടിക്കാ വേണ്ടത്. നിന്നെയൊക്കെ തള്ളക്ക് തരണം കലശല. മകളെ കാണോന്ന് പറഞ്ഞ് എഴുതിയിട്ട് പെരവ് കിട്ടിയിട്ടില്ല. ഉണ്ണാതെ സമരം ചെയ്തിരിക്കുന്നവര് ശരിക്കും വട്ടുള്ളവരാ. ഇപ്പൊ ജയിലിലെ ശാപ്പാടോ അസല്. ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല. ആഴ്ചയില് ഒരു ദിവസം മട്ടൻ, 2 ദിവസം മീൻ. എന്നാൽ നീ ഇവിടെ തിരുതാമസം ആക്കിക്കോ. ഇവിടെ എന്താ മോശം? ഇച്ചിരി വകതിരിവായിട്ട് നടന്ന ഒന്നിനും വിഷമമില്ല. അത് വാർഡന്മാരുടെ സേവക്കാരിക്ക്. എടി എടി, നിന്റെ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. അരപ്പവന്റെ മാല പിടിക്കാൻ ഒരു കുട്ടിയെ കൊന്നവളല്ലേടി നീ. അത്ര നീചത്തരം ചെയ്തവരാരും ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിലല്ലേ? സർക്കാർ വിരുന്നിന് വിളിച്ചിട്ട് വന്നതാവും നീ ഇതിനകത്ത്. കേക്കണ്ടീ, ഉശിരുള്ള പെണ്ണുങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് ഞാൻ ചെയ്തത്. 2 വെട്ടി. ആ നായിന്റെ മോനെ വിശ്വസിച്ച് വീടും കുടിയും വിട്ടിറങ്ങി എന്നെ വിട്ട് ആരാടിയോടാ ചോദിക്കുന്നേ? ഭക്ഷണം ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. 2 പേരെ ഒന്നിച്ച് പിടിച്ചു തന്നാ മതി. ഇവിടെ പിടിക്കാൻ 2 ആളൊന്നും വേണ്ട, ഞാൻ ഒരുത്തി മതി. ബലം പ്രയോഗിച്ച് കൊടുത്താലോ സാർ? സാർ, സെക്ഷൻ 45 വെച്ച് ചാർജ് ചെയ്താൽ ഷീ ഈസ് വെരി വീക്ക്. പിടിച്ചു വെച്ച് തന്നാൽ വല്ല ഗ്ലൂക്കോസും കയറ്റിക്കൂടെ ഡോക്ടർ? നോ, വി കാൻ ഡു ഇറ്റ്. അമ്മയുടെ കണ്ടീഷൻ ശരിക്കും സീരിയസ് ആണോ സാർ? വെരിഫിക്കേഷൻ റിപ്പോർട്ട് വന്നോ? ഞാൻ IG-ക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തീരുമാനിക്കട്ടെ. ജയിലില് സ്വാതന്ത്ര്യം കൂടുതലാണിപ്പോ. അതിന്റെ കുഴപ്പമായി ഇതൊക്കെ സാർ. ചാർട്ടേഡ് നിർത്തലാക്കിയതിന്റെ തെറ്റായി. യെസ് സൂപ്രണ്ടാണ് സർ. പക്ഷേ സർ, ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് സർ. ശരി സർ, ശരി സർ, ശരി. IG മിനിസ്റ്റർക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നാശം ഏതോ ഒരു പത്രക്കാരൻ ജയിലിൽ നിരാഹാരവ്രതം നടക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മാരണം. ബോട്ടിൽ റെഫർ ചെയ്യട്ടെ സാർ. എന്താണ് കുത്തിയിരിക്കുന്നത്? എന്നെ ഓ, നടു വേദനിച്ചിട്ട് വയ്യ. എടിയടി ഇതെടുത്തോ. പെരോള് കിട്ടിയിറങ്ങിയാൽ ദിവസവും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണോ? ഞാൻ പോയപ്പോ നല്ലൊരു ഇൻസ്പെക്ടർ ആഴ്ചക്ക് 1 വന്ന് ഒപ്പിട്ടാ മതി എന്ന് പറഞ്ഞു. എനിക്ക് പെരോളിൽ ഇറങ്ങുമ്പോഴുള്ള പേടി ആ നായിന്റെ മോന്റെ മുന്നിൽ എത്തുമെന്നായിരുന്നു. എന്റെ ആമ്പർന്നോന്റെ ജീവപര്യന്തം കാലത്ത് വല്ലതും ചെയ്താൽ ശിക്ഷ ഡബിളാണെന്നുള്ള കാര്യം മറന്ന് ഞാൻ പിന്നെയും വാക്കത്തി എടുത്തു പോകും. ഡബിൾ ഇല്ല, അത് ചുമ്മാ പറയുന്നതാ, നിയമത്തിലൊന്നും ഇല്ല. 14 ദിവസം വായിച്ചു നോക്കണം.
വിപ്ലവം അടുത്ത കവലയിൽ എത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ച് വീണ്ടും ചാടി പുറപ്പെട്ടാൽ ഗവൺമെന്റിന് പെരോൾ റദ്ദ് ചെയ്യാം. അപ് ടു യു. എന്റെ ഈശ്വര, വരാനൊക്കെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വരുമെന്ന് ഞാൻ അമ്മയോട് പറയുമ്പോഴും ഉള്ളിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. വല്ലാതെ വേദന വരുമ്പോ കഴിക്കാനൊരു ഗുളിയുണ്ട്. അപ്പൊ കുറെ നേരം മയങ്ങിക്കിടക്കും. വിളിക്കാം. ഹർജിക്കൊക്കെ ഫലമുണ്ടായി. ഇന്നലെ വന്നു. അപ്പൊ കരയാണോ? എന്താ അപ്പൊ നന്നായേ. സാവിത്രി വന്നുപോയി. പ്രഭാകരൻ എന്തോ പരീക്ഷയുടെ സൂപ്പർവിഷൻ നാളെ വരുന്നാ പറഞ്ഞ്. എനിക്കൊന്നിരിക്കണം.
മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലോ എന്ന് പ്രഭാകരനും സാവിത്രി ആലോചിച്ചു. അമ്മ ഇനി എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ആളുകളെ വിഷമിപ്പിക്കാതെ കഴിയണതും നേരത്തെ. നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പുറത്തു വന്നല്ലോ. ആരോടാ നന്ദി പറയേണ്ടതെന്നറിയില്ല. ഭഗവാനോടോ മന്ത്രിയോടോ? മന്ത്രിയോട് തന്നെ. ദൈവം കുറച്ചു കാലമായിട്ട് ഒളിവിലാണെന്ന് സംശയമുണ്ട്. രവി വന്നോ? പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വലിയേട്ടന് ഞാൻ ഒരു കത്തയച്ചു, പിന്നെ ഒരു കമ്പി അടിച്ചു. ഭാര്യയുടെ ഒരു കത്താ മറുപടിയായിട്ട് വന്നത്. ഡൽഹിയിലെ ജീവിത നിലവാരം ഉയർന്നതിന്റെ കണക്കായിരുന്നു അതിൽ വിസ്തരിച്ച്. നിവൃത്തിയുണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും അയച്ചു കൊടുക്കാൻ തോന്നും. അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ലല്ലോ. മാളു, എന്താ വേണ്ടേ? മേലൊന്ന് മുക്കി തുടച്ചാൽ. ആ, നിനക്കിനി കുറച്ചു കാലം ഇവിടെ തന്നെ നിന്നൂടെ? ശാരദയുടെ വീട്ടിൽ നിൽക്കണ പെണ്ണ. ഒരു നല്ല കൂട്ടാൻ വെക്കാൻ വല്ലതും ഉണ്ടോ? മനസ്സ് പിടിച്ച ആഹാരം കഴിച്ചിട്ടൊക്കെ. ഇവിടെ നമ്മുടെ കരുവാൻ വേദുവിന്റെ മകളാ. രാത്രി അവളെ കിടക്കും. കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലാവാൻ? കുളിച്ചോ? അടുക്കളയില് നല്ലെണ്ണയില്ലേടി? മാറ്റാൻ വല്ലതും? ജയിലില് കൈലും കൊണ്ടാണോ സാരിയാണ് കൊടുക്കാൻ തരിക? വാ, കടന്നുപോടി. അവളുടെ ഓരോ ചോദിക്കുന്നുണ്ടെന്താ? പൊടികളുമണിയിച്ചമ്മതന്നംഗഭാഗേ ലീലാഗോപാലവേഷത്തോടു മുരളിയും അക്കാലിമേക്കുന്ന കോലും ജാലേ കൈക്കൊണ്ടു മത്തസ്മിത പൊടുവരുകും പൈതലേ കൈതൊഴുന്തൻ. മുമ്പേ തുടങ്ങിയതാണോന്നാ ഡോക്ടറുടെ അഭിപ്രായം. അന്നേ ഗർഭപാത്രം എടുത്തു കളയുന്ന ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ കുറെ കാലം കൂടി ഇരിക്കായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ പരിപാടി ഉള്ളപ്പോ 2 തവണ ഞാൻ മന്ത്രിയെ കാണാൻ പോയി. പറ്റില്ല. പ്രഭാകരൻ കുറെ പേരുടെ ഒപ്പ് വാങ്ങി പലർക്കും ഹർജി അയച്ചിരുന്നു. ആ ഭാഗ്യം, രവി നേരത്തെ എത്തി. രവി രവി രവിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആളെത്ര വലുതായി. തൊടണ്ട. ചേച്ചിയെ മനസ്സിലായില്ലേ? പുറത്തു വന്നു. എന്തിന്? എന്തിനാ ഇപ്പൊ വന്നത്? പതുക്കെ, അകത്ത് അമ്മ കേൾക്കും. കേട്ടാൽ എനിക്കെന്താ? സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒക്കെ വിറ്റുകൊടുത്തതിന്റെ നഷ്ടം ഞാനല്ലേ അനുഭവിക്കുന്നത്? ആരുടെ സ്വാതന്ത്ര്യം? പിന്നെ കഞ്ചാവിലാണ് അധിക നേരത്തും. അകത്ത് വയ്യാണ്ട് കിടക്കുന്ന പെറ്റതള്ളയുടെ മുറിയിലൊന്ന് കയറുക. മരിച്ചുപോയ നിങ്ങളുടെ അച്ഛന് പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നില്ല. ഭാഗ്യവാൻ, പുണ്യാത്മാവ്. അടിയിൽ അപ്പടി ചേരാ, അധികം വെള്ളം ഇളക്കണ്ട.
ഞാൻ വച്ചുണ്ടാക്കിയത് അത്ര നന്നൊന്നും ആവില്ല. അവിടെ ശാരദിച്ചിന്നെ വെക്കുക. ഞാൻ അരച്ചു കൊടുക്കും. അവിടെ കഴിക്കാനൊക്കെ 3 നേരം കിട്ടില്ലേ ചേച്ചിക്ക്? വേലുവിനിപ്പോ പണിയൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു. 4 കൊല്ലായി. അത്യാവശ്യമുള്ള ദേശക്കാരുടെ പണിയൊക്കെ അമ്മയും അനിയനും കൂടി ചെയ്യും. നീ പഠിക്കാനൊന്നും പോയില്ലേ? 5 കഴിഞ്ഞപ്പോ നിർത്തിയതാ. ആ, ഇരുന്നോളൂ, പാത്രം വെക്കാം. ഞാൻ 9 ടെസ്റ്റ് എഴുതി ജയിച്ചു. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്നെ തട്ടും. കാരണം അറിയോ? തലവെട്ടിയ കേസിലെ പ്രതിയുടെ പൊന്നനിയനായി എന്ന ക്വാളിഫിക്കേഷൻ. ഈ വെട്ടിയും കടാരിയും എടുത്തു നടന്ന ആളാണെന്ന് വെച്ച് ഞാൻ പേടിച്ചിറക്കില്ല. ചേച്ചി കഴിക്കൂ. പറയുന്നവര് പറയട്ടെ. ഇരിക്കൂ ചേച്ചി. എല്ലിൻകൂട് പോലെയുള്ള ഈ തറവാട് ബാക്കിയുണ്ട്. അത് തൂക്കി വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ വിറ്റിട്ടില്ല. കിടക്കണം. ഒന്ന് പുറം താങ്ങണല്ലോ. നീ എന്താ അന്തം വിട്ട് നിക്കണ? ഞാൻ ദേഹത്ത് തൊടുമ്പോ അമ്മയ്ക്ക് ഭയം തോന്നില്ലേ? ഞങ്ങള് പഠിച്ച തത്വശാസ്ത്രത്തിൽ സ്നേഹം ഈശ്വരനാണ്. സ്നേഹം പാടില്ലാന്ന് എന്റെ പുസ്തകങ്ങളിൽ പറയണില്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല. ചേച്ചി കിടന്നോളൂ. ഞാൻ വല്യമ്മയുടെ മുറിയിൽ കിടക്കുന്നുണ്ട്. ഇന്നലത്തെക്കാളും ദീനം കുറച്ച് കുറവാ എന്ന് കാണുമ്പോ.